വിവാഹിതയായ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. യുവതി പ്രസവിച്ച കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാനുള്ള DNA പരിശോധനയുടെ ഫലം അട്ടിമറിച്ചു. അതുമാത്രമല്ല, പാർട്ടി പ്രവർത്തക യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. ഈ വക തൊട്ടി പരിപാടിയൊക്കെ കയ്യിലുണ്ടോ എങ്കിൽ ഇടതു പാർട്ടിയുടെ വാതിൽ മലർക്കെ തുറന്നിരിക്കുകയാണ്. ഒരിക്കലും പെണ്ണുപിടിയന്മാരെ പാർട്ടി കൈവിടില്ല എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും പുറത്തുവരികയാണ്. പീഡനക്കേസിൽ പ്രതിയായ പത്തനംതിട്ട തിരുവല്ലയിലെ ലോക്കൽ കമ്മിറ്റി അംഗം CC സജിമോനെയാണ് ഇപ്പോൾ പാർട്ടി തിരിച്ചെടുത്തുകൊണ്ട് അന്തസ്സും ആഭിജാത്യവും ഒക്കെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. 2018 വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലും തുടർന്ന് DNA പരിശോധനയിൽ ആൾമാറാട്ടം നടത്തിയ കേസിലടക്കം സജിമോൻ പ്രതിയാണ്. 2022 വനിതാ നേതാവിനെ ലഹരി നൽകി നഗ്ന വീഡിയോകൾ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച കേസിലും സജിമോൻ പ്രതിയാണ്. മുൻപ് കോട്ടാരി ബ്രാഞ്ച് സെക്രട്ടറിയും തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന സജിമോനെ കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നേതൃയോഗം ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഇയാളെ പുറത്താക്കി. എന്നാൽ പുറത്താക്കൽ നടപടി കൺട്രോൾ കമ്മീഷൻ റദ്ദാക്കിയതോടെ പാർട്ടിയിലേക്ക് വീണ്ടും ഈ പെണ്ണുപിടിയൻ തിരിച്ചെത്തുന്നത്. ഒരു തെറ്റിൽ 2 നടപടി വേണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് കമ്മീഷൻ പുറത്താക്കൽ നടപടി റദ്ദാക്കിയെന്നാണ് വിവരങ്ങൾ. അതായത് തിരുവല്ലയിലെ പാർട്ടി ഔദ്യോഗികമായ വിഭാഗമാണ് തിരിച്ചെടുക്കാൻ ഇപ്പോൾ ചരട് വലിച്ചിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ. അതായത് ഇയാൾക്കെതിരെ 2018 പാർട്ടി ആദ്യമായി നടപടിയെടുക്കുന്നത്. അന്ന് ഇയാൾക്ക് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. തുടർന്ന് 7 മാസങ്ങൾക്ക് മുമ്പ് ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഒരേ വിഷയത്തിൽ തനിക്കെതിരെ 2 നടപടിയുണ്ടായെന്ന് കാണിച്ച് സജിമോൻ തന്നെ കൺട്രോൾ കമ്മീഷന് പരാതി നൽകി. വിഷയം പരിശോധിച്ചപ്പോഴാകട്ടെ നടപടിയിൽ പാകപ്പിഴകളുണ്ടെന്ന് വിലയിരുത്തി. തുടർന്നാണ് CPM തന്നെ ഇയാളെ തിരിച്ചെടുത്തെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് പ്രാഥമിക അംഗത്വത്തിലേക്ക് തിരിച്ചെടുത്തതിന് പുറമെ തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലേക്ക് ഇയാൾക്ക് സ്ഥാനക്കയറ്റമടക്കം നൽകിയെന്നാണ് വാർത്തകൾ. അതായത് പാർട്ടിയിലെ വനിതാ സഖാവിന്റെ അയൽവീട്ടിലെ കുളിമുറിയിൽ ഒളിക്യാമറ വെച്ച് CPM പാർട്ടിയുടെ യശസ് ഉയർത്തിയ ബ്രാഞ്ച് സെക്രട്ടറി വാർത്തകളൊക്കെ കേരളം ഇതിനു മുമ്പ് കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇടതു പാർട്ടിയിൽ ഇത്തരം സംഭവങ്ങൾ കുറച്ചൊന്നുമല്ല എന്നത് ഓർക്കുക. CPM ഭരിക്കുന്ന കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നിരവധി പീഡനങ്ങളൊക്കെ പുറത്തുവരുന്നു. എന്നാൽ ഇതൊക്കെ കണ്ണടച്ച് തന്നെ ഇരുട്ടാക്കുകയാണ്. എന്നാൽ ഇതൊക്കെ പാർട്ടി തന്നെ കണ്ണടച്ച് ഇരുട്ടാക്കുകയും ഇവരെ വീണ്ടും പാർട്ടി അംഗത്വം കൊടുത്ത് തന്നെ സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് ഇടതു സർക്കാർ. വാളയാറിലും വണ്ടിപ്പെരിയാറിലും നടന്നത് കേരളമാകെ ആവർത്തിക്കുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഓരോ സംഭവങ്ങളും. മന്ത്രിമാരും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ഒക്കെ തന്നെയാണ് ഇത്തരം പീഡകരെ സംരക്ഷിക്കുന്നതും. ഇപ്പോഴിതാ സജിമോൻ എന്ന് പറയുന്ന ഒരു പ്രതിയെ നിലവിൽ പാർട്ടി പുറത്താക്കിയതിന് പിന്നാലെ ഒരു കൊടും കുറ്റവാളിയായ സജിമോനെ പാർട്ടി വീണ്ടും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഇയാൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി ചെറുതൊന്നുമല്ല. സജിമോൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടതാണ്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ നിലവിൽ പാർട്ടി സംരക്ഷണയിൽ തന്നെ ഇയാൾ ഇനിയും ഇത്തരത്തിൽ വൃത്തികേട് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉറപ്പുവരുന്നത്. ഇയാൾ നിരവധി യുവതികളുടെ ജീവിതം തകർത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. എന്നാൽ ഇയാളെ പാർട്ടി തന്നെ സംരക്ഷിക്കുകയും പാർട്ടിയിൽ തന്നെ വീണ്ടും തിരികെ എത്തുന്നതോടുകൂടി ഇനിയും നിരവധി അതിക്രമങ്ങൾ തന്നെ പാർട്ടിയിൽ നിന്നും ഇയാൾ തിരിച്ച് വീണ്ടും പാർട്ടിയിൽ എത്തുന്നതോടെ നിലവിൽ വീണ്ടും ഇനിയും അതിക്രമങ്ങൾ കൂടുമെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.